വെൽക്കം ടു മൾട്ടി ട്രേഡ്സ്. പാർട്ട് 1 നമ്മൾ ഫ്രാക്ഷനെ എങ്ങനെ ഡെസിമൽ ആക്കാമെന്ന് പഠിച്ചു. ഈ പാർട്ട് 2 നമ്മൾ പഠിക്കാൻ പോകുന്ന ഡെസിമലിനെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം. ഡെസിമല്, ഫ്രാക്ഷന്, പെർസെൻറ്റേജ്, ഇത് മൂന്നും ഒരേ വാല്യൂവിനെ തന്നെ നമുക്ക് മൂന്നായിട്ടും കാണിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡെസിമലിനെ എങ്ങനെ ഫ്രാക്ഷനാക്കി മാറ്റാം. ഞാനിവിടെ ഒരു നമ്പർ എഴുതാൻ പോവാണ്, 0.25. ഇതൊരു ഡെസിമൽ നമ്പറാണ്. 0.25 എന്ന് പറയുന്നത് 0.25/1 എന്നൊന്നും നമുക്ക് വേണം പറയാം. കാരണം ഏതൊരു നമ്പറിൻ്റെയും ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 1 എന്ന് എപ്പോഴും ഓർത്തോണം. ഏതൊരു നമ്പറിനെയും അതിൻ്റെ ബോട്ടം ഡിനോമിനേറ്ററിൽ ഒരു 1 ഉണ്ട്, ഈ അതർ നമ്പർ ഇല്ലെങ്കിൽ. ഇനി എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫ്രാക്ഷൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ന്യൂമറേറ്റർ എന്താ, ഡിനോമിനേറ്റർ എന്താന്ന്. ഇപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഡെസിമൽ പോയിൻ്റാണ് ഉള്ളത്, 0.25. 2 ഡെസിമൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിനെ ഇൻറ്റു 100 ചെയ്യുക. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0.25 ഇൻറ്റു 100 വരുമ്പോൾ നമ്മൾ പഠിച്ച് ഡെസിമൽ പ്ലേസ് മൂവ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇങ്ങനെ വരും 0.25. ഇനി 100ൻ്റെ 2 പ്ലേസ് ഉണ്ട്, അപ്പം യു മൂവ് യുവർ ഡെസിമൽ പ്ലേസ് ടു ദി റൈറ്റ്. സോ ഇറ്റ് ബിക്കംസ് 25 ഡിവൈഡഡ് ബൈ 100. 25/100 എന്ന് നമുക്കറിയാം. 25 എത്ര പ്രാവശ്യം 100ൽ പോവും? 4 പ്രാവശ്യം. സോ 25 എന്ന് പറയുന്നത് 1, 25 × 4 is 100. മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കുക, അടുത്തൊരു ചോദ്യം നോക്കാം. 0.3 0.30 എന്ന് വരുവാന്ന് വെച്ചു. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന 0യ്ക്ക് വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പോൾ ആദ്യം നമുക്കിതിനെ എങ്ങനെയാണ് 0.3 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതാം. എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട് ഇവിടെ? ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിതിനെ എല്ലാം കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഇൻറ്റു 10. മുകളിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ താഴെയും ചെയ്യുക. 0.3 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? 0.3 എന്ന് പറയുമ്പോൾ ആ ഡെസിമലിൽ റൈറ്റിലോട്ട് പോവുക. സോ ദ ആൻസർ വിൽ ബി 3/10. 3/10 ഈസ് ഓൾസോ ഈക്വൽ ടു 0.3. അപ്പോൾ നമുക്ക് 0.3യെ ഫ്രാക്ഷനാക്കി മാറ്റി. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടെ ഞാൻ തരാം. 0.35. ഇവിടെ എത്ര ഡെസിമൽ പോയിൻ്റ് ഉണ്ട്? 2. അപ്പോൾ ആദ്യം നമ്മളുടെ സ്റ്റെപ്പ് ചെയ്യുന്ന പോലെ 0.35/1 എന്ന് എഴുതുക. എത്ര ഡെസിമൽ പോയിൻ്റ് ഉണ്ട്? 2. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇൻറ്റു 100 ചെയ്യുക. വട്ട് എവർ വി ഡു ടു ദ ടോപ്പ് വി ഡു ടു ദ ബോട്ടം. അപ്പോൾ ഇതിനെ വന്നു 35/100 എന്ന് വന്നു. 35/100 ഒരു കോമൺ നമ്പർ. 35ലും 100ലും പോകുന്ന കോമൺ നമ്പർ ഏതാ? 5. 5 എത്ര പ്രാവശ്യം 35 പോകും? 7. 5 എത്ര പ്രാവശ്യം 100ൽ പോവും? 20. ഇനി ഈ 2 നമ്പറിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ദ ഫ്രാക്ഷൻ ഈസ് 7/20. സോ ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ ആദ്യം നമുക്ക് എത്ര ഡെസിമൽ പോയിൻ്റ് ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ 3 ഡെസിമൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ എന്നെ എടുക്കണം ഇൻറ്റു 1000 ചെയ്യുക. ഒരെണ്ണേ ഉള്ളെങ്കിൽ ഇൻറ്റു 10. 2 ആണെങ്കിൽ ഇൻറ്റു 100. whatever we do to the top we do to the bottom. എന്നിട്ട് നമ്മൾ കിട്ടുന്ന ഫ്രാക്ഷനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, പറ്റത്തില്ലെങ്കിൽ അതുപോലെ തന്നെ ഇടുക. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ലെസൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.